വിശാലേട്ടത്തി എന്താ പറഞ്ഞത്? വളരെ സീരിയസ് ആണോ? വളരെ സീരിയസ് ഇല്ലെങ്കിൽ വേഗം പുറപ്പെടാൻ പറയൂ. ഇറങ്ങാം. നോക്കൂ, തേർഡിന് ഡൽഹിയിൽ വെച്ച് ഇന്റർവ്യൂ വെറും ഒരു ഫോർമാലിറ്റിയാണ്. മിക്കവാറും സെലക്ട് ചെയ്തവരെ മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് കോമളം പറഞ്ഞു. എന്തോ നമുക്ക് ഇറങ്ങാം. രാജൻ അവിടെ എത്തി സിറ്റുവേഷൻ എന്താന്ന് അറിഞ്ഞിട്ട് വിളിച്ചാൽ മതി. അതുപോരെ? മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് ഡൽഹി പോണം വയ മദ്രാസ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് കണക്ഷൻ ഉണ്ട്. പേപ്പേഴ്സ് ഒന്നും ശരിയായിട്ടില്ല. പാസ്പോർട്ട്, വിസ, റിസർവ് ബാങ്ക് ക്ലിയറൻസ് ദിവസവും ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്റെ ഈശ്വരാ. ഇപ്പൊ ചെയ്യേണ്ട പുറപ്പെടുക. നൗ ഇമ്മീഡിയറ്റ്ലി വരൂ. ഞാനിന്ന് ഡ്രസ്സ് മാറ്റട്ടെ. ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? കല്യാണി, എന്താ പറ്റുമേ? രുക്മിണിയുടെ അവിടെ നാളെ വന്നാൽ അൽമാരയുടെ മീതെ വെച്ചിട്ടുള്ള പാക്കറ്റ് കൊടുത്തയക്കണം. ഈ അലമാരയല്ലേ? ഈ അലമാര അല്ല, നടുമുറിയിൽ അൽമാര. ആ, സുമാരി സാറിന്റെ മിസ്സസ് നാളെ വിളിക്കും. വിവരം പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ കൃത്യമായിട്ടൊക്കെ എഴുതി വെക്കണം. ഓ അച്ഛാ, നമ്മ എപ്പോഴാ മടങ്ങാ? അറിയില്ല. ഹലോ. ഓ, ആ വിളിക്കാം. അമ്മയെ വിളിക്കുന്നു പറ. ഹലോ. ആ, താങ്ക് യു. ഫെലോഷിപ്പാണ് 2 കൊല്ലത്തേക്ക്. ആ, ഞാനേ വരുന്ന വഴി അവിടെ കയറണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേ ഇവരുടെ സിസ്റ്ററിന്റെ കോൾ വന്നത്. ഫാദർ ലോന് സീരിയസ് ആണെന്ന്. ആ, 10-25 വയസ്സുണ്ട്. ഓ, പുറപ്പെടുകയായി. ഹാർവാർഡ് അമേരിക്കയിലെ വേൾഡിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജുള്ള യൂണിവേഴ്സിറ്റിയാണ്. ആയമ്മ പറയുന്നൊന്നും കാര്യാക്കണ്ട. ഒരു വകതിരില്ലാത്ത ടൈപ്പാണ്. അവരുടെ കാര്യം വാട്ട് ദ ഹെൽ. ഇപ്പൊ ആർക്കും ഇല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വകതിരിവ്. അതാണ് നിനക്കും കുറവ്. പരദൂഷണത്തിലെ ബാക്കി മുഴുമിപ്പിക്കാൻ ഇനിയും കോൾ വരും. അത് ഒഴിവാക്കാനാ. യു ഗെറ്റ് റെഡി. തിരക്കുള്ളവർ പുറപ്പെടണം. ഞാൻ വരുന്നില്ല. ഒരു നാട്ടു നടപ്പിന്റെ പ്രശ്നമുണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇത്രയും നേരം നിന്നത്. അതറിയാത്തവളാണ് ഭാര്യ. എനിക്ക് കുറ്റം ചാരിയ മതി അവിടെ വല്ലവരും ചോദിച്ചാ. ഞാനില്ല. നീ പുറപ്പെട്. ഇപ്പൊ തന്നെ സമയം വൈകി. പ്ലീസ് യു ഗെറ്റ് ഇൻ ടു ദ കാർ. ആ, നീ വരുന്നോ ഇല്ലയോ? ശരി, ഞാനും വരുന്നു.